അറിഞ്ഞുടൻ ചടുതിയിലവനോട് അരുൾ ചെയ്തീതാ വന്നാൽ ശരിയെന്ന് ചിന്തയിതത്ത് അവണ്ണമരുൾ വഴി കേട്ടിട്ടവൻ അതു തെളിവരജനിലായിക്കൊണ്ട് അറിയിച്ചു യാത്ര കൽപ്പന വാചാൽ ചിന്തയിതത്ത വചമിതരുളിയ തോമയോട് അപ്പച്ചന് രാത്രി കഞ്ഞിയും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. കിടക്കുന്നതിന് മുമ്പ് കഴിച്ചേച്ചേ കിടക്കാവുള്ളേ. കൊച്ചമ്മോ 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 അവറാനെ വെപ്പുപെരയില് ഒരു ഉരുളി വേണമെന്ന് പറഞ്ഞു. ആണ്ട വരുന്നു ബേബി. അപ്പച്ചൻ ഞാൻ ഇപ്പോഴും വരാം. അപ്പച്ചൻ കിടന്നേക്കല്ല, കല്യാണ വീടല്ലയോ, വല്ലവരും ഒക്കെ വരത്തില്ലയോ? ആ ഇച്ചിരി നേരം അപ്പച്ചൻ്റെ കൂടെ മിണ്ടിയും പറഞ്ഞിരിക്കത്തില്ലയോ? എനിങ്ങേ ഇച്ചിരി പണി തരാൻ കിടക്കുന്നു. അതിനെന്താ കൊച്ചമ്മേ, ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ഇരിക്കാനെ കൊണ്ട് തന്നെയും വന്നയാ. അപ്പച്ചനെ ഇച്ചിരി കാപ്പി കുടിച്ചോട്ടെ, അല്ല ഒരു തുള്ളി വെള്ളം കുടിക്കത്തില്ല ഇനി. കുടിക്ക്. അപ്പച്ചനെ കാണാൻ വന്നയാ. അപ്പച്ചൻ അറിയത്തില്ലല്ലയോ? എങ്ങനെ ഓർമ്മിക്കുന്നേ? വല്ലപ്പോഴും കൂടിയല്ലയോ കാണുന്നേ. അല്ലേ അതെന്തോ പറച്ചില്ല. വീട്ടിൽ വല്ല വിശേഷം ഉള്ളപ്പോഴല്ലയോ വരുന്നേ. വിശേഷം ഉണ്ടായപ്പോ വന്നേ. അതിനി വിളിച്ചില്ലേലും ഞങ്ങൾക്ക് വന്നല്ലേ പറ്റത്തുള്ളൂ, അല്ലയോ? അപ്പച്ച ഞങ്ങൾ പഴയ ബന്ധക്കാരാ. രാജമ്മോന്റെ അമ്മയുടെ അനിയത്തിയാ. ആന്ന്. ഇത് മൂത്ത നാത്തൂനാ. കൊച്ചൂട്ടിയുടെ പെമ്പിളയോ? ആന്നു വല്യപ്പച്ച, ആന്ന്. അപ്പുറത്തോട്ട് ചെല്ല്. അപ്പച്ചൻ സൂക്കേടൊന്നും ഇല്ലല്ലോ? ഓ ഇങ്ങനെ ഇരിക്കുന്നു. ചെല്ല്, ചെന്നേച്ചും വല്ലതും കഴിച്ചാട്ടെ. കുടിക്കപ്പച്ച. അപ്പച്ചൻ പറഞ്ഞേച്ചും വേണോ അവര് കാപ്പി കഴിക്കാൻ? എന്തവാടി അങ്ങനെ? അല്ലേ എടപ്പോണുകാരല്ലയോ കെട്ട് നടത്തുന്നേ. കൊച്ചുട്ടിച്ചേന്റെ പെമ്പിളയ്ക്ക് പിന്നെ കാപ്പി കഴിക്കാനെ കൊണ്ട് വല്ലവരും പറയണോ? നമ്മളല്ലയോ അപ്പച്ച കാപ്പിക്ക് നോയിക്കൊണ്ട് നിക്കണ്ടേ? ഓ ആണ്ടപ്പച്ച ഇച്ചിരി കൂടി ഉണ്ട്, കഴിച്ചാട്ടെ. അല്ലേ വല്ല അച്ഛൻ തന്നെ ഇങ്ങി വന്നോ? അല്ലല്ലേ ഒച്ചുണ്ട്. നേരിച്ച തന്നെ പറ്റുവാ, കണ്ടു കാണത്തില്ലതേ. ആണ്ടേ അപ്പച്ചനകത്തിരിക്കുവാ. കുട്ടിയമ്മേ, അപ്പച്ചനോട് പറ അപ്പച്ചന്റെ പഴയ കൂട്ടം വന്നേപ്പോ ഉണ്ടെന്ന്. പേട്ടിയെന്ന് പറ, ഞാനിവിടെ ഇരിക്കുന്നത്. അല്ല നീ മാത്തൂട്ടിന്റെ പെണ്ണല്ലയോ? അല്ല, ഞാൻ കീവറീച്ചന്റെ മോളാ. ആന്ന് ആന്ന്, അതാ പറഞ്ഞേ. നേരം വൈകി ഞാനെ കണ്ടുപിടിക്കത്തില്ല. പള്ളിയിലെ നടപ്പവരെ പുലരാമേ വണ്ണം കേട്ടും ഗീയവരെ കൊണ്ടാവും വണ്ണം വേണമെന്ന് തമ്പിയും താനുമായി അല്ലേ പാട്ടിനൊരു മുറുക്കമില്ലല്ലോ. അവറാനെ അടുപ്പേ കിടക്കുന്ന നോയിക്കോണം. പെമ്പളമാരെ നോയിക്കൊണ്ട് നിന്നാ തീ വാടുന്ന കങ്ങി പോവേ. കയ്യടാ കൊച്ചുത്രസിയേ, നീയാ ഇപ്പൊ കങ്ങിയും കറങ്ങി ഇരിക്കുന്നേ. ആണ്ട് നോക്കിട്ടെ അവറാനെ, ഇത് മതിയോ നോക്ക. മതി വെച്ചമ്മോ. നല്ലപോലെ പഴുത്ത വഴവ മലപ്പൂവനാന്നാ തോന്നുന്നേ. പഴം കിട്ടിയാ പിന്നെ തിന്നോണ്ടങ്ങിരിക്കും. ഉറച്ചു തിന്നാ മതി. വയറ്റിനകത്ത് ഏതാണ്ട് ഊതി വീർത്തേണ്ട കൂട്ടാ പിന്നെ. എന്തുവാ നോക്കുന്നേ? ഒന്നുമില്ലെന്നേ.
ഇയാടെ തീറ്റ് കണ്ടപ്പോ പഴയ കാലം ഓർത്തയാ. എടോ, ഇയാള് മലയാലപ്പുഴ ചന്തേന്ന് ഒരു കൊല പഴം പന്തായത്തിന് ഇരിഞ്ഞു തിന്നത് ഓർത്തയാ. പഴയ കാലം ഓർക്കാനല്ലേ പറ്റത്തുള്ളു. ഇയാളുടെ മോളുടെ കെട്ടിന് കൂടാന്ന് വിചാരിച്ച, പക്ഷേ കൂടിയത് കൊച്ചന്റെ ചെറുക്കന്റെ കെട്ടിന്. കുറച്ചല്ലായിരുന്നു, എന്നാലോ നടന്നത് ഇതാ അല്ലയോ? ആ, നമ്മൾ ഉറക്കുന്ന അല്ലടോ നടക്കുന്നേ അല്ലേ? നമ്മളാരാ ഉറക്കാനും മുടക്കാനും? നേരാ കുഞ്ഞേല പറയുന്നേ. ഉറക്കാനും മുടക്കാനും നമ്മൾ ആരാ? കർത്താവേ, എന്തോ ആയാലും നമ്മൾ കൂടിയില്ലേ, അത് മതി. ഇനി എപ്പോഴാന്നെങ്ങനാ പറയുന്നേ? ഓർത്ത എല്ലാം ഇന്നാളത്തെ കൂട്ടാ അല്ലയോടു? മാത്തോട്ടെ അവിടെ ഉണ്ട്. ഓ ആ വാ. അല്ലേ ഇവിടെ വന്ന് നിപ്പാന്നോ രണ്ടുപേരൂടെ? നമ്മളുള്ള കാലത്ത് കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു കെട്ട്? ചുമ്മാ കുഞ്ഞിർക്ക കെട്ട് എന്തോടാ കുഴപ്പം? നമ്മൾ കണ്ടേ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി പറയണ്ടെന്നാന്ന് പറയുന്നില്ല, പോരായോ? എന്തോ കണ്ടെന്നാ? അല്ലേ ഇയാള് മാത്രമല്ല എന്താ ഇത്ര കാണാൻ കിടക്കുന്നത്? അത് ശരി, കുഴപ്പം നമുക്കല്ലയോ? കീവറി ചെയ്യാൻ തന്നെ പറഞ്ഞേ. ആരുടെ കെട്ടാ നടക്കുന്നേ? മാത്തൂട്ടിയുടെ മോന്റെ അല്ലയോ? അതും മാത്തൂട്ടിയുടെ കുടുംബത്ത് വെച്ചാന്നേ ആന്നേ. എന്നാ പിന്നെ മാത്തൂട്ടിയുടെ അളിയന്റെ കൈപ്രമാണം നമ്മൾ കാണേണ്ട ആവശ്യം എന്തുവാന്ന്? അതിപ്പോഴ് കൊച്ചന്റെ അമ്മച്ചി ജീവിച്ചിരിപ്പില്ല, അപ്പൊ അവർക്ക് ഉള്ളിൽ തോന്നത്തില്ലയോ കടമ തീർക്കണമെന്ന്? അല്ലേ അതൊക്കെ മനസ്സിലാക്കാൻ ആർക്കായാലും ഇച്ചിരി ചിന്തിച്ചാ പോരായോ? കൊച്ചൂട്ടിയുടെ പെമ്പള കുഞ്ഞീർക്കൻ ചായന്റെ പെമ്പളോട് പറഞ്ഞെന്ന് കെട്ട് എടപ്പോണി വെച്ച് നടത്തായിരുന്നു നല്ലതെന്ന്. അതാ പറഞ്ഞേ, 4 ജാതിക്കുള്ള ശീലമല്ലെന്ന്. കെട്ടിന്റെ തലേന്ന് ചെറുക്കൻ മാവന്റെ വീട്ടിൽ പോയി നിന്നേക്കും അല്ലായിരുന്നു? കീവരിച്ചാൻ കേട്ടോണ്ടാട്ടെ, ഇനി ഞാൻ പറയുന്ന കേട്ടെന്ന് പറഞ്ഞേക്കില്ല. അല്ലേ അവൻ അവിടെ വരെ ഒന്ന് പോയി കാണും. അതെന്തോടെ എത്ര തെറ്റ്? അവന്റെ അമ്മച്ചയുടെ വീടല്ലയോ? വന്നു എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്. എന്തോ ആയാലും ഇച്ചിരി കുറച്ചിലായി പോയി. അതുമല്ല, കെട്ട് നമ്മുടെ കുടുംബത്ത് കായും ചെലവും കൊച്ചുകുട്ടിയുടെ ആകുന്നാന്ന് വല്ലവരും പറഞ്ഞാ എന്തോ പറയും? അത് പറ. അല്ലേ അതിനൂടെ കായില്ലാത്തോണ്ടല്ലേ? ചെലവ് നടത്തത്തില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ജോലിയും വേലയോട് ചെറുക്കനാവുമ്പോ അവൻ ചെലവ് ചെയ്തൊന്നും വരുത്തല്ലയോ? പറയുന്നവർ അത് ഓർക്കണേ. എനിക്കെല്ലാം കൂടെ എന്റെ തറുവാങ്കം പറഞ്ഞു വരുക. ആണ്ടേച്ച ഇച്ചിരി കാപ്പിയും കൂടെ കുടിച്ചാട്ടെ. ഓ, നേരെ ഇരിക്കാ പിന്നെ കട്ടൻ വെള്ളം ഞാൻ കുടിക്കത്തില്ല പെണ്ണേ. രാത്രി ഉറക്കം വരത്തില്ല, എനിക്ക് വേണ്ട. ആണ്ടേ കുഞ്ഞേനായിക്ക് കൊടുത്തോണ്ടാട്ടെ. അപ്പച്ചന് കഞ്ഞി എടുത്ത് വെച്ചപ്പോണ്ട് കട്ടൻ കുടിച്ച ഇനി കഞ്ഞി കുടിക്കത്തില്ല. നേരാ, ഇത്തിരി കഞ്ഞിത്തല ചെന്നില്ലേ കാലത്തെ വലിയ ക്ഷീണമായിരിക്കും. അപ്പോ പോണ്ടായോ? പിന്നെ ഇരുന്ന ഇരിക്കത്തേ ഉള്ളൂ. ആന്ന് വയ്യാരികയാ. അന്തിയായ പിന്നെ കണ്ണ് തീരെ കാണത്തുമില്ല. ഇപ്പോഴാർക്കെ പഴയ പോലല്ല, മനസ്സിലങ്ങോട്ട് ആദ്യ എന്തുവാ ഏതായി എന്നൊന്നും അറിയത്തൂല്ല. നേരം കറക്കുമ്പോ മനസ്സിൽ പേടിയാ. ഇനി എന്താവാ വേണ്ടേ? കർത്താവ് കുറിച്ച നേരത്തിന് കാത്തിരിക്കുമല്ലയോ? ചിലപ്പോഴേ നേരം പോന്നതിന്റെ ആദ്യമായിരിക്കും. എഴീര പാപ്പ. കുഞ്ഞേനും ഉപ്പാപ്പനും അത്താഴം കഴിച്ചേച്ച് കിടക്കണ്ടായോ? കുഞ്ഞേരായി പോവുക.
ഇനി ഏതേലും ആണ്ടോ വഴക്കോ വല്ലതും വന്നാ കാണാം. അല്ലേടോ? കാണാതിരിക്കും. കർത്താവേ കാത്തുകൊള്ളണമേ. വല്യപ്പച്ച ഇവിടെ ഇരുന്ന തണുപ്പാ വല്യപ്പച്ച. ബാ അകത്ത് പോയി കിടക്കാം. ആരാടി അപ്പുറത്ത് പാടിക്കൊണ്ടുവരുന്നേ? പാടിക്കൊണ്ടുവരുന്നല്ല വല്യപ്പച്ച, കുശിനിക്ക് വന്ന പെണ്ണുങ്ങള് വേലക്കിടെ പാടുന്നയാ. വചനമിതരുളിയ തോമയോട് വേണ്ടും വണ്ണം വഴിപോലെ തിരിച്ചരു ചെയ്യുമ്പോൾ ഇന്ദത്ത വചനമിതരുളിയതോർത്തു കേട്ടു. എന്തുവാടാ ബേബി? ഒന്നുമില്ല. എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇറച്ചി തികയോടാ?